നമുക്കിന്നൊരു ടു ഡു ലിസ്റ്റ് കണ്ടുവന്നാലോ? ടു ഡു ലിസ്റ്റ് എന്താണെന്നറിയാത്തവർ ആ വാക്ക് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ചിലപ്പോൾ കേൾക്കാത്തവരും ഉണ്ടാവും, ചിലപ്പോൾ സ്ഥിരം ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്തായാലും ടു ഡു ലിസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മളിപ്പം നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡേയിലും എന്ത് ചെയ്യും എന്ന് നേരത്തെ കൂട്ടി എഴുതി വെക്കുന്നതാണ് ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് എന്തിനാണ് ഹെൽപ്ഫുള്ളെന്ന് വെച്ചാൽ, എന്തിനാണ് നമ്മൾ എഴുതി വെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിനൊരു അടുക്കും ചിട്ടയൊക്കെ വരാനും, പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും തിരക്കിൽ. അപ്പോൾ അങ്ങനെ തിരക്കിൽ മറന്നു പോകാതിരിക്കാനും, കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ കറക്റ്റായിട്ടുള്ള സ്പെസിഫൈഡ് ടൈം മെൻഷൻ ചെയ്ത് കൊടുക്കാനും, അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണ് കേട്ടോ ഈ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നത്. ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതിൽ കൂടി നമുക്ക് ഒരു കാര്യത്തിൽ ഒരുപാട് തവണ നമ്മൾ ഒരുപാട് നേരം ഇരിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ കുറേ മിസ്റ്റേക്കുകൾ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. നോർമലി ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഡെക്കറേറ്റായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യണം, അങ്ങനെ തോന്നുന്ന ദിവസങ്ങളിലാണ് കേട്ടോ ഞാനിങ്ങനെ ഇരുന്ന് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഡെയിലി ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക അത് പോസിബിൾ അല്ല. ഞാനിപ്പോൾ ജസ്റ്റ് ടു ഡു ലിസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് അതും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി വരും ലൈഫിൽ എങ്ങനെ നമുക്ക് അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന്. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ടു ഡു ലിസ്റ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മളൊരു 5 പോയിൻറ്റ്സ് ഫോളോ ചെയ്യണം. എന്തെങ്കിലും എഴുതി വയ്ക്കുക അങ്ങനെയല്ല, ഡു പ്രിയോറിറ്റൈസ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്ന് ചെയ്യേണ്ട കാര്യം ഏത് ഡേ ആണോ, ഞാനിപ്പം ശനിയാഴ്ച അല്ല ഞായറാഴ്ചത്തെ കാര്യമാണ് ഞാൻ ഈ എഴുതുന്നത്. അപ്പോൾ എന്ത് കാര്യമാണോ അന്ന് ഏറ്റവും പ്രിയോറിറ്റി ഉള്ളത് അത് നമ്മളെന്തെങ്കിലും കളർ ചെയ്തോ അല്ലെങ്കിൽ അത് എടുത്ത് എഴുതണം. ഇമ്പോർട്ടൻ്റ് അതാണ് എന്നുള്ള രീതിക്ക് നമ്മൾ എടുത്ത് എഴുതണം, അല്ലെങ്കിൽ ഒരു കളർ വെച്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുക. അതിൽ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ട് നമ്മളവിടെ എഴുതി വെച്ചു, ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചു എന്നുള്ള കാര്യം മറന്നുപോയി പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടൊരു കാര്യമില്ല. നമ്മളങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ഇന്ന കാര്യങ്ങൾ ആ ദിവസം ചെയ്യാൻ അതിന് മുന്നേ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫോക്കസ് വേണം, ഒരു ശ്രദ്ധ കൊടുക്കണം നമ്മളതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോട്ട് ടു ബി ജനറൽ, സാധാരണ ഒരു കാര്യമാക്കി നമ്മൾ എടുക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ടൈം ബ്ലോക്കിംഗ്, അതായത് ഓരോ കാര്യത്തിനും ഒരു നിശ്ചിത ടൈം നമ്മൾ കൊടുക്കണം. അതായത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന കാര്യം ചെയ്യാൻ, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് അടുത്ത കാര്യം ചെയ്യാൻ. അങ്ങനെ നമ്മൾ കറക്റ്റ് ഒരു ടൈം ബ്ലോക്കിംഗ് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് എഴുതുവാണ്, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വേണമെങ്കിൽ ഈ ടു ഡു ലിസ്റ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെയല്ല, നമുക്ക് ലൈഫിൽ അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ടൈം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടേക്ക് റെസ്റ്റ്. അതായത് ഒരുപാട് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് ആകെ എല്ലാം കൂടി ചെയ്ത്, ഒന്നുകിൽ നമ്മളെല്ലാം കൂടി ചെയ്യും എന്നിട്ട് അവസാനം വയ്യാണ്ട് കിടക്കും. അങ്ങനെ ചെയ്യരുതൊരിക്കലും. നമുക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിക്ക്, അതായത് ബോഡിക്കും മൈൻഡിനും റെസ്റ്റ് കിട്ടുന്ന രീതിക്ക് മാത്രമേ നമ്മളൊരു ടു ഡു ലിസ്റ്റ് എഴുതാവുള്ളൂ. ഓവറായിട്ട് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചാൽ ഉണ്ടാകുന്ന 2 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒന്നുകിൽ ഇതെല്ലാം കണ്ട് പേടിച്ച് നമ്മളൊന്നും ചെയ്യത്തില്ല, ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യണ്ട, ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു തോന്നൽ വരും. ഇനി ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമായിരിക്കും. പക്ഷേ പിറ്റേന്നോ അല്ലെങ്കിൽ ഒരു 2-3 ദിവസം പിന്നെ അവർക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് വേണം ചെയ്യാനും. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു 6 മണി തൊട്ട് 7:30 വരെ ഹൗസ് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണി തൊട്ട് 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഒരു 9-9:15 ഒരു ഫ്രീ ടൈം കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ 10 മണി തൊട്ട് 3:30 വരെ ഔട്ടിങ്, പുറത്ത് കാര്യങ്ങൾക്കൊക്കെ പോവുക, കറങ്ങാൻ പോവുക, അങ്ങനെയൊക്കെ. പിന്നെ ഒരു 3:30 തൊട്ട് 6 വരെ ഞാൻ ഷോപ്പിംഗ് കാര്യങ്ങൾ, അതായത് അടുത്ത വീക്കിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു 6 to 8 PM വരെ പിന്നെ ഞാൻ എടുത്ത അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞാനൊരു 6 to 8 കൊടുക്കുന്നത്. 6 to 8 കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്, എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ. ഞാനൊരു 10 മണിയാകുമ്പോഴേ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സൺഡേയിലെ ടു ഡു ലിസ്റ്റ്. സൺഡേ ആയതുകൊണ്ടാണ് ഈ ഔട്ടിങ്, ഷോപ്പിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇല്ലെങ്കിൽ ഹൗസ് ക്ലീനിങ്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ജോലിക്ക് പോവുക, ജോലിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ ആയിരിക്കും പോവുക. ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് എൻ്റെ ടു ഡു ലിസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്.
ഈ വീഡിയോയിൽ ടു ഡു ലിസ്റ്റ് എങ്ങനെ ചെയ്യാം എന്ന് മാത്രമല്ല, ഞാൻ എന്താണ് എഴുതുന്നതെന്നും അതുപോലെ ഞാൻ എഴുതിയത് എൻ്റെ ലൈഫിൽ എനിക്ക് എത്രത്തോളം അപ്ലിക്കബിൾ ആക്കാൻ പറ്റി എന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും അതൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടു ഡു ലിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുകയും ഞാൻ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ആക്കി ഇടുന്നതും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റ് ഇപ്പം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ടു ഡു ലിസ്റ്റ് ഫൈനലി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റിൽ രാവിലെ ഒരു 6 മണി തൊട്ട് 7 വരെ ഹൗസ് ക്ലീൻ ചെയ്യാമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ രാവിലെ ഞാനൊരു 5:30 എണീറ്റ് എൻ്റെ മോർണിംഗ് റുട്ടീൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനൊരു ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ. വെളുപ്പാ രാവിലെ എണീക്കുന്നവർക്ക് അറിയാം, വെളുപ്പാ രാവിലെ എണീക്കുന്ന വല്ലാത്തൊരു വൈബാണ് കേട്ടോ. എണീറ്റൊന്ന് പുറത്തോട്ടൊക്കെ നടന്ന് ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ കിട്ടും അന്നത്തെ ഡേ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് അങ്ങനെ റിലാക്സ് ആയിട്ടാണ് എൻ്റെ ഒരു മോർണിംഗ് ഇന്ന് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഒരു ചൂലൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനില്ല, കാരണം ഞാൻ ഈ കേടാവുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ക്ലീൻ അല്ലാന്ന് എനിക്ക് തോന്നുമ്പോൾ അപ്പം തന്നെ ഞാൻ ആ കാര്യം വൃത്തിയാക്കി കൊടുക്കും. പിന്നെ അതുകൊണ്ട് എനിക്ക് ഓഫ് ഡേയ്സിൽ അധികം അങ്ങ് ക്ലീൻ ചെയ്യേണ്ടി വരാറില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പുറത്തൊക്കെ പോകാനുണ്ട്, അപ്പോൾ പുറത്തുനിന്നൊക്കെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അങ്ങനെയുള്ളത് കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 8 മണി തൊട്ട് 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പഴവും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു പാളന്തോടൻ പഴം ഒരു 2-3 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സും കുറച്ച് മുസല്ലിയും കുറച്ച് വെള്ളം, ഇത്രയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ പഴം കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഡേറ്റ്സും അതുപോലെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാളന്തോടൻ രാവിലെ കഴിച്ച പ്രശ്നമുള്ളവർ ഇത് ഇങ്ങനെ കഴിക്കാൻ നിൽക്കരുത്. എനിക്ക് രാവിലെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഡേറ്റ്സ് ചിലർ കുരു കളഞ്ഞ് മാത്രം ജസ്റ്റ് അതിലിട്ട് അടിച്ചെടുക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്കത് കഴുകിയെടുത്താൽ മാത്രമേ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഷേക്കാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് രാവിലെ പ്രശ്നമുള്ളവർ ഇത് അടിച്ച് കുടിക്കാൻ നിൽക്കരുത്, അല്ലാത്തവർക്ക് ഇത് നല്ലതാണ്. പിന്നെ ഈവനിങ്ങിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഷേക്ക് പോലത്തെ സാധനമാണ് കേട്ടോ. ഇത്തിരി ഹെൽത്തി ആയിട്ട് ഉള്ളിലോട്ട് പോകും. ഇതിൽ വേണമെങ്കിൽ ആപ്പിളോ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. ഈ മുസല്ലിക്കകത്ത് നട്ട്സും അതുപോലെ തന്നെ ഓട്സും അങ്ങനെ കുറേ ഹെൽത്തി സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കാണ് ഈവനിങ്ങൊക്കെ കൊടുക്കാനും നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. ഈ വീഡിയോ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അത് ഷോർട്സ് ആയിട്ട് വേറെ കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റെഡിയായി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന വർക്കല ബീച്ച്, അങ്ങനെ പോകാം എന്നുള്ളതാണ്. വർക്കല ബീച്ച് ചെറിയൊരു മിനി ഗോവ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ എത്തിയപ്പോൾ ഒരു 11-11:30 ആയി. പിന്നെ ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് പിന്നെ നല്ലോണം വിശപ്പടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കൈ ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് മിക്സഡ് സീ ഫുഡ് ബിരിയാണിയും അതുപോലെ തന്നെ മിക്സഡ് സീ ഫുഡ് ഫ്രൈഡ് റൈസും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ 2 ലൈമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ടോട്ടലി ആയത് 730 റുപ്പീസാണ് കേട്ടോ. എനിക്ക് ആ ഒരു റേറ്റിന് ഈ ഫുഡ് നന്നായിട്ട് തോന്നി. കാരണം ഇതിലൊരുവിധം എല്ലാ ഫിഷസും ഉണ്ടായിരുന്നു. പ്രോൺസ് ആണെങ്കിലും കണവ ചില സ്ഥലത്ത് കൂന്തൽ എന്ന് പറയും, അതുണ്ടായിരുന്നു. അതുപോലെ പേരറിയാത്തൊരു 2-3 മീനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ബിരിയാണിയാണ്. അത് കഴിഞ്ഞ് നേരെ കാപ്പിലോട്ട് പോയി. നല്ല വെയിലുണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് നേരെ വർക്കല അക്വേറിയത്തിലോട്ടാണ് കേട്ടോ ഈ പോകുന്നത്. വർക്കല അക്വേറിയം ഞാൻ വിചാരിച്ച ഒരുപാട് തിരക്കൊക്കെ കാണുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 30 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ തിലാപ്പിയ ഫിഷ് ഒരു ചെറിയ പോണ്ട് പോലത്തെ ഒരു ഇതിൽ അവർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അതായത് ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് ഈ ഒരു അക്വേറിയം. അല്ലാത്തവർ പോകണ്ട, നമുക്ക് നല്ലതൊന്നും കാണത്തില്ല. പിന്നെ അത് കഴിഞ്ഞൊരു ലീഫ് ടർട്ടിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ സ്പേസാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് റെഡ് ബില്ലേഡ് പാക്കോ എന്ന് പറയുന്ന ഫിഷാണ്. ഈ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ആ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. അവിടെ ഒരു ബാംബു ചെയറൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്.
അത് കഴിഞ്ഞ് നിങ്ങൾ ഈ കാണുന്നത് ഷവൽ നോസ് ക്യാറ്റ് ഫിഷ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് കൊണ്ടായിരിക്കും നോസ് ക്യാറ്റ് ഫിഷ് എന്നൊക്കെ പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷ് കാണുന്നത്. പിന്നെ ഈ പുള്ളിയുടെ പേര് അൽബൈനോ ജയൻറ്റ് ഗരാമി എന്നാണ് കേട്ടോ. എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഫിഷായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അങ്ങ് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നി, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അൽബൈനോ പങ്കാസിസ് ഷാർക്കാണ് കേട്ടോ. ഈ ഫിഷ് ഒരു വെറൈറ്റിയാണ്. ഇത് സിക്കിൾഡ് എന്ന് പറയുന്നൊരു ഫിഷാണ് കേട്ടോ. ഇത് ക്ലൗൺ ഫിഷസും സീ അനിമണീസും ആണ് കേട്ടോ. ഇവർ മ്യൂച്വലിസ്റ്റിക് പാർട്ട്ണർഷിപ്പ് ഉള്ള ആൾക്കാരാണ്. ഒരുമിച്ച് മാത്രമേ ഇവരുണ്ടാവാറുള്ളൂ. ഒരുവിധം എല്ലാവർക്കും ഇതറിയായിരിക്കും. അപ്പോൾ ഞാനൊരു 6 മണിയായപ്പോൾ തന്നെ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ ഷോപ്പിംഗ് അടുത്ത നെക്സ്റ്റ് വീക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു. എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനൊരു 6 മണി ആയപ്പോഴത്തേക്ക് ഏതാണ്ട് വീടെത്തി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടു. വീഡിയോ ആയിട്ട് ഇടുന്നത് ഇന്നാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. അതായത് ഞാൻ ടു ഡു ലിസ്റ്റിൻ്റെ ആ ഒരു ടു ഡു ലിസ്റ്റ് എഴുതിയോണ്ട് എത്രത്തോളം അത് എഫക്റ്റീവായി എൻ്റെ ലൈഫിൽ എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ടു ഡു ലിസ്റ്റ് എഴുതി ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊന്ന് കമൻറ്റിൽ പറയുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.